friends, welcome to Nimzfavourites. ഇന്നലെ ചെയ്ത ജേണൽ സ്റ്റിക്കർ മേക്കിങ്ങിന്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യം തന്നെ എടുക്കുന്നത് ഈ ഒരു പേപ്പർ ബാഗാണ്. ഇതിപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും, കാരണം പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ചപ്പോൾ ഈ ഒരു പേപ്പർ ബാഗിലാണ് ഇപ്പോൾ എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്കറിയിലൊക്കെ ഐറ്റംസ് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് പൊതിഞ്ഞു കൊണ്ടുവരുന്ന ആ ഒരു പേപ്പർ ആയാലും മതി. അപ്പം നമ്മൾ ആരും അതൊന്നും സൂക്ഷിച്ച് വെക്കാറില്ല. അപ്പോൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കൈ വെച്ചിട്ട് ഇങ്ങനെ കീറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം 4 സൈഡും ഇതുപോലെ കീറി കൊടുക്കണം, എങ്കിലാണ് വേറെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുക. സോ ഇതുപോലെ നമുക്ക് എല്ലാം കത്രിക വെച്ചിട്ട് കീറരുത് കേട്ടോ, കൈ വെച്ചിട്ട് ഇതുപോലെ 4 സൈഡും കീറി കൊടുക്കുക. അപ്പോൾ ഈ ഒരു കളറിൽ വേണ്ടത് കൊണ്ടാണ് ഈ ഒരു ബാഗ് എടുത്തത്. ഇനിയിപ്പോൾ ഒരു തരത്തിലും ഈ കളർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കളർ പേപ്പർ ഈ ഒരു കളറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. അത് ഞാൻ പിന്നീട് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ കൈകൊണ്ട് കീറിയെടുത്ത ആ ഒരു പേപ്പർ ഇതുപോലെ നമുക്ക് സൈഡൊക്കെ ഇതുപോലെ കത്തിച്ചു കൊടുക്കണം. അപ്പം ഞാനൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ അറ്റത്തൊക്കെ ഇങ്ങനെ കത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം. 4 സൈഡും ഇതുപോലെ കരിച്ചെടുക്കുക. ഈ ഒരു പേപ്പറിനെ വിൻറ്റേജ് പേപ്പർ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ വിൻറ്റേജ് പേപ്പർ നമുക്ക് പല തരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. വാട്ടർ കളറിൽ ഈ ഒരു കളർ ഉണ്ടെങ്കിൽ നമുക്ക് A4 ഷീറ്റിൽ അത് മിക്സ് ചെയ്ത് അടിച്ചു കൊടുത്താൽ മതിയാകും. അല്ലെങ്കിൽ നമുക്ക് കോഫി പൗഡർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഞാൻ കോഫി പൗഡർ വെച്ചിട്ട് ചെയ്യുന്നത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ നമ്മൾ ഈ ഒരു പേപ്പർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇനി നെക്സ്റ്റ് ആ ഒരു പേപ്പർ ബാഗിൽ നിന്ന് തന്നെ നമുക്ക് വേറൊരു പേപ്പർ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഇതുപോലെ ഒന്ന് ചുരുട്ടിയിട്ട് ആ ഒരു ചുളുക്ക് വരുത്തിക്കുന്നുണ്ട് ആ ഒരു പേപ്പറിൽ. അതിനുശേഷം ഞാൻ കത്രിക വെച്ചിട്ട് കുറേ പേപ്പർ കീറി എടുക്കുന്നുണ്ട്. എൻ്റെ എല്ലാം തന്നെ ഒരു ക്ലൗഡ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇനി ഇതിലൊക്കെ നമുക്ക് ഓരോരോ വേർഡ്സ് എഴുതി കൊടുക്കണം. ഓരോ വേർഡ്സ് അല്ല, ഒരു വേർഡ്സ് തന്നെ കുറേ തവണ എഴുതി കൊടുക്കണം. അതും ഇറ്റാലിക് ഫോണ്ടിൽ വേണം എഴുതി കൊടുക്കാനായിട്ട്. അപ്പം എന്തെങ്കിലും എഴുതിയാൽ മതി. നമുക്ക് ആ ഒരു വേർഡ്സ് പോലെ അതിൽ തോന്നിക്കണം. എന്തെങ്കിലും എഴുതിയ ഒരു പാരഗ്രാഫൊക്കെ പോലെ നമുക്ക് തോന്നിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിപ്പോൾ എഴുതി കൊടുക്കുന്നത് ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. ചിലത് ലവ് 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 അങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഹാപ്പി ലൈഫ് ഹാപ്പി ലൈഫ് അങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇറ്റാലിക് ഫോണ്ടിൽ നമുക്ക് ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എഴുതിയാലാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ബ്ലൂ കളറാണ് ഉള്ളത്. അതുകൊണ്ടാണ് സാധാരണ നമ്മൾ നോർമൽ പെന്ന് വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഫോണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഈ ഒരു ലവ് എന്ന് എഴുതുമ്പോൾ ആ ഒരു എന്തോ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ലവ് പോലെ തന്നെ അതിനൊരു നല്ല ഭംഗി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിലേ കാണാൻ. ഇത് നമുക്ക് ആ ഒരു നമ്മളെ ജേണൽ ഡയറിയിലൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു കോഫി പൗഡർ വെച്ചിട്ടുള്ള പേപ്പറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് കോഫി പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഈ ഒരു കളർ നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം കേട്ടോ. വെള്ളം ആയതുകൊണ്ട് പേപ്പർ കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എടുക്കുന്ന വെള്ളം കുറച്ചിട്ടും കോഫി പൗഡർ കുറച്ച് അധികം എടുത്ത് നല്ല തിക്കായിട്ട് കലക്കി വയ്ക്കുക. അതിനുശേഷം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1-2 കോട്ടൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ആ ഒരു കളർ കിട്ടും. സോ അതിനുശേഷം ഇത്തിരി ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ആ പേപ്പർ നല്ലപോലെ അയൺ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഞാനിതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പേപ്പറിന് നല്ലൊരു കോഫി സ്മെൽ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനൊരു കോഫി ലവറാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇതിനകത്തോട്ട് എഴുതി കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഓരോരോ കോഡ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരോ കോഡ്സ് ആയിട്ട് വലുതായിട്ടും ചെറുതായിട്ടും ഒക്കെ നമുക്ക് ഓരോ ഫോണ്ടിലും അതുപോലെ കാലിയോഗ്രഫിയിലൊക്കെ നമുക്ക് എഴുതിയെടുക്കാം. അറിയാവുന്ന രീതിയിലൊക്കെ എഴുതിയെടുക്കുക. എങ്ങനെ എഴുതിയാലും നല്ല ഭംഗിയുണ്ടാകും കാണാൻ. പിന്നെ യൂസ് ചെയ്യേണ്ടത് ബ്ലാക്ക് കളർ പെന്നാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിവിടെ ഗ്ലിറ്റർ പെന്നാണ് എടുത്തിരിക്കുന്നത്. അല്ലെ മാർക്കർ പെന്ന് യൂസ് ചെയ്യാം. അല്ലെ സാധാരണ പെന്നെ കുറച്ച് നമുക്ക് 1-2 തവണയൊക്കെ എഴുതുമ്പോൾ ആ ഒരു നല്ലൊരു ഫോണ്ടിൽ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതിയെടുക്കുക. നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാകും കാണാൻ. അല്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എഴുതി വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടാകും. ഓക്കെ, അങ്ങനെ ഈ ഒരു പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഓരോരോ കോഡ്സ് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു കോഡ്സിന് ഏറ്റവും നല്ലത് സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയർ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം തന്നെ സ്ക്വയർ ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഇതിനൊക്കെ ബോർഡർ വരഞ്ഞു കൊടുക്കണം. അപ്പോൾ ബ്ലാക്ക് കളറിനെ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ബോർഡർ വരഞ്ഞെടുക്കാം. സോ ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇതിനൊക്കെ ബോർഡർ വരഞ്ഞു കൊടുക്കണം. അപ്പോൾ അറ്റത്തുനിന്ന് വരണമെന്നില്ല, കുറച്ച് വിട്ടിട്ട് നമുക്ക് വരഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും.
എല്ലാം ഇതുപോലെ ബോർഡറും കൂടെ വരഞ്ഞു കൊടുത്താൽ നല്ല രസമുണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് നല്ല അടിപൊളി സ്റ്റിക്കറാണ്. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു ജേണൽ ഡയറിയിലോട്ട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജേണൽ ഡയറി ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേറെ തന്നെയായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ലൈഫിനെ ബേസ് ചെയ്തിട്ട് വേണം ഓരോ കോഡ്സ് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മുൻകൂട്ടി എഴുതണമെന്നൊന്നുമില്ല. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എഴുതാം. അല്ലെങ്കിൽ ആ ഒരു ബ്ലാങ്ക് പേപ്പർ അതുപോലെ തന്നെ വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സ്ക്വയർ ഷീറ്റാണ്. അതിന് വേണ്ടിയിട്ട് ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ രണ്ടായി മടക്കിയിട്ടുണ്ട്. നമുക്ക് രണ്ട് തരത്തിലുള്ള പാറ്റേണാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ടാണ് രണ്ടായിട്ട് മടക്കിയത്. അപ്പോൾ ആദ്യം നമുക്ക് ചെറിയ സ്ക്വയർ ഷീറ്റ് ഉണ്ടാക്കണം, പിന്നെ നമുക്ക് വലിയ സ്ക്വയർ ഷീറ്റ് ഉണ്ടാക്കണം. അപ്പോൾ രണ്ട് കളറിൽ പെൻ എടുത്തിട്ടുണ്ട്, ഒരു ബ്ലൂ കളറും ഒരു ഗ്രീൻ കളറും. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കളർ വെച്ചിട്ട് നേരെ താഴോട്ടേക്ക് വരിക, മറ്റേ കളർ വെച്ചിട്ട് നേരെ ഓപ്പോസിറ്റും വരഞ്ഞു കൊടുക്കുക. സ്ക്വയർ ഷീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് കൂടുതൽ നല്ലത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കളർ തന്നെ എടുത്തത്. അപ്പോൾ നമുക്ക് വിൻറ്റേജ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ആക്കിയെടുത്തിട്ട് നമുക്ക് അതിൽ സ്ക്വയർ ഷീറ്റ് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ എനിക്ക് വൈറ്റ് കളറാണ് കൂടുതലായിട്ട് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് കളർ എടുത്തത്. പിന്നെ നമുക്ക് ഈ ഒരു കളറിൽ പെൻ എടുക്കുന്ന സമയത്ത് ബ്ലാക്കും റെഡും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ റെഡും ഗ്രീനും നല്ല ഭംഗിയുണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറുത് നമ്മൾ വരഞ്ഞു. ഇനി നമുക്ക് കുറച്ച് വിട്ടിട്ട് വലുത് വരഞ്ഞു കൊടുക്കാം. വലിയ സ്ക്വയേഴ്സ് ആക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ രണ്ട് തരത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്ക്വയർ ഷീറ്റ് ഇതുപോലെ തന്നെ സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ പല സൈസിൽ കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, പല സൈസിലായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. ഞാൻ രണ്ട് പാർട്ടാക്കി വെച്ചതിന് ശേഷം പിന്നെ ഓരോന്നും പല സൈസിലാക്കി ചെറുതും വലുതും ഒക്കെ ആയിട്ട് നീളത്തിലും ഒക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സൂക്ഷിച്ച് വെക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും ഞാൻ ഓരോരോ കവറിലിട്ടിട്ട് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട് എന്താ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ വീണ്ടും ഒരു A4 ഷീറ്റ് വേണം. അപ്പോൾ ഈ ഒരു വൈറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കളർ ഷീറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ വേണ്ടത് യെല്ലോ ആണ്. അപ്പോൾ യെല്ലോ കളർ ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിൽ കളർ ചെയ്യുകയാണ്. അപ്പോൾ സ്കെച്ച് പെൻ വെച്ചിട്ട്, മാർക്കർ പെന്നാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ മാർക്കർ പെന്ന് വെച്ചിട്ട് ഞാൻ നല്ലപോലെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പണി ഒഴിവാക്കാനാണ് നമുക്ക് കളർ പേപ്പർ യൂസ് ചെയ്യാമെന്ന് പറയുന്നത്. അതാകുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഉണങ്ങണം കേട്ടോ. അതിന് ഇത്തിരി നനവ് വന്ന പോലെ തോന്നുന്നുണ്ട്. കളറ് നല്ലവണ്ണം സ്പ്രെഡായിട്ട് കുറച്ചിട്ട് നനവ് വന്ന പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഉണങ്ങിയതിന് ശേഷമാണ് അടുത്ത പാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലെ മടക്കിയിട്ട് നമ്മുടെ കയ്യിൽ വട്ടത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഒരു കോയിനൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ നല്ലൊരു വട്ടം വരഞ്ഞു കൊടുക്കുക, അതായത് സർക്കിൾ വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാനൊരു 4 പോലെ അടുപ്പിച്ചിട്ട് വരയുന്നുണ്ട്. വെറുതെ പേപ്പർ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചാൽ അടുപ്പിച്ചിട്ട് തന്നെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതുപോലെ ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് കട്ട് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് എല്ലാം മടക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗത്തിൽ പണി ചെയ്ത് കഴിയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതെന്ന് മനസ്സിലായോ? യെല്ലോ കളർ കൂടാതെ സർക്കിൾ ഷേപ്പും. അപ്പോൾ എന്താണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതെന്ന് ഒരു സംശയവും വേണ്ട. ഇമോജീസ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, നമ്മുടെ സ്മൈലീസ്. ഓക്കെ, ഇനി ഇത് ഓരോന്നിലും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമോജീസ് വരഞ്ഞു കൊടുക്കണം. അപ്പോൾ കുറേ നമുക്ക് കണ്ട് പരിചയമുള്ള ഇമോജീസും പിന്നെ എൻ്റെ മനസ്സിലുള്ള ഇമോജീസൊക്കെ ഞാനിതിനകത്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ടും വരഞ്ഞു കൊടുക്കാം. ഇത് ചെയ്യാൻ വേണ്ടി നല്ല രസമാട്ടോ. നമുക്ക് നമ്മൾ മനസ്സിൽ വരുന്ന എന്താണോ അത് നമുക്ക് വരഞ്ഞെടുക്കാം. നല്ല രസം ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. ഓരോന്ന് കാണുമ്പോൾ എനിക്ക് ചില സമയത്ത് നമ്മുടെ മീശമാധവനിലെ പിള്ളേച്ചനൊക്കെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ ഞാൻ ചെയ്യുമ്പോൾ. പിന്നെ എൻ്റെ കലാഹൃദയത്തിൽ നിന്ന് വന്ന കുറേ ഇമോജീസ് ഉണ്ട്. സോ അങ്ങനെ നമ്മളെല്ലാം വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇമോജീസൊക്കെ കണ്ടാലോ? അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വരഞ്ഞെടുത്ത ഇമോജീസ്. കണ്ടില്ലേ, എൻ്റെ കലാഹൃദയത്തിൽ നിന്ന് വന്നതാണ് അതും ഇതൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത് ഇത്രയും ജേണൽ സ്റ്റിക്കേഴ്സാണ്. ഇനി ഇതൊക്കെ നമുക്ക് ഓരോ കവറിലാക്കി എടുത്ത് വെക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓരോന്നും അപ്പം തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ പാക്കൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്.
ഇനി ഓരോന്നോരോന്നായിട്ട് ഓരോരോ പാക്കിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള സ്റ്റിക്കേഴ്സ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇനിയും ജേർണൽ സ്റ്റിക്കേഴ്സ് ഒരിക്കലും തീരുന്നില്ല, കാരണം ഒരുപാടുണ്ട്. ഇനി ഏതെങ്കിലും സ്റ്റിക്കേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ടത് ഇത്രയൊക്കെ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അങ്ങനെ ഞാൻ എല്ലാം എടുത്ത് വെക്കുകയാണ്. എല്ലാം എടുത്തിട്ട് ഞാൻ അതൊക്കെ പാക്ക് ചെയ്ത് അതിനൊക്കെ നെയിം സ്ലിപ്പും വെച്ചിട്ട് ഞാൻ സൂക്ഷിച്ച് വെക്കും. പിന്നെ ജേർണൽ ഡയറി എഴുതുമ്പോഴാണ് ഇതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ആ ടൈമിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് എന്തായാലും ഇടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.